രാക്ഷസൻ എന്ന സിനിമയിലൂടെ കേരളത്തിലും പ്രശസ്തനായ നടനാണ് വിഷ്ണു വിശാൽ. 2012 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ നീർപ്പറവേ എന്ന തമിഴ് ചിത്രത്തിൽ ഒരു മരണരംഗം കാണിക്കുന്നുണ്ട്. കടലിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹത്തിനരികെ അദ്ദേഹത്തിന്റെ ഭാര്യ പൊട്ടിക്കരയുകയാണ്. വിഷമം താങ്ങാനാവാതെ പരിസരബോധം നഷ്ടപ്പെട്ട അവർ കടപ്പുറത്തെ മണൽ വാരി വിതറുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവരുടെ തൊട്ടുപിറകെ നിൽക്കായിരുന്ന ചേച്ചി ചിരിയടക്കാൻ പാടുപെടുന്നുണ്ട്. ഔചിത്യം നോക്കാതെ അഭിനയത്തിന്റെ മറ്റൊരു തലം പരീക്ഷിച്ചു നോക്കിയ ആ ചേച്ചിയെ കണ്ട് ഡയറക്ടർ പോലും പകച്ചുപോയിട്ടുണ്ടാവും. 2009 പുറത്തിറങ്ങിയ വിജയ് ചിത്രമാണ് വില്ല്. ഈ സിനിമയിൽ വിജയ് അച്ഛനായും മകനായും 2 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ആർമി ഓഫീസറായിരുന്ന തന്റെ അച്ഛനെ വധിച്ച പ്രകാശ് രാജിനോടും മറ്റ് 2 കൂട്ടാളികളോടും പ്രതികാരം ചെയ്യാനാണ് മകനായ വിജയ് കഥാപാത്രം എത്തുന്നത്. ഇതിനായി മകൻ വിജയ് വളരെ കൗശലത്തോടെ വില്ലന്മാരുമായി ചങ്ങാത്തം സ്ഥാപിച്ച ശേഷം ഓരോരുത്തരെയായി വകവരുത്തുന്നുണ്ട്. അച്ഛന്റെ തനി പകർപ്പ് പോലിരിക്കുന്ന മകനെ കണ്ടിട്ടും വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ കൊലപ്പെടുത്തിയ അച്ഛൻ വിജയുടെ ഓർമ്മ പോലും വില്ലന്മാരുടെ മനസ്സിൽ വരുന്നില്ല. അച്ഛൻ വിജയുടെ മീശ പിരിച്ചു വച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വില്ലന്മാർക്ക് മകനെ തിരിച്ചറിയാൻ കഴിയാതെ പോയത്. വലിമൈ എന്ന തമിഴ് സിനിമയിൽ നായകനായ അജിത് ഈ സീനിൽ പോലീസ് ജീപ്പിൽ വന്നിറങ്ങുന്നതായി കാണിക്കുന്നുണ്ട്. ജീപ്പിൽ വന്ന അദ്ദേഹം ആദ്യം കാലെടുത്ത് പുറത്തു വെച്ച ശേഷമാണ് ഡോറ് തുറക്കുന്നത്. വണ്ടിയുടെ ഡോറ് തുറക്കാതെ കാലെടുത്ത് പുറത്തു വെക്കാൻ കഴിവുള്ള ഒരു കഥാപാത്രത്തെയാണ് അജിത് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കനൽ എന്ന മലയാള സിനിമയിൽ മോഹൻലാലും ഹണി റോസും ഭാര്യ ഭർത്താക്കന്മാരായാണ് അഭിനയിക്കുന്നത്. ഈ സിനിമയിൽ ഇവർ തമ്മിലുള്ള ഒരു സ്കൈപ്പ് വീഡിയോ കോൾ രംഗം കാണിക്കുന്നുണ്ട്. രണ്ടുപേരും ലാപ്ടോപ്പ് മുഖേനയാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിവിടെ ഹണി റോസിൻ്റെ ലാപ്ടോപ്പ് സ്ക്രീനിൽ തൻ്റെ ലാപ്ടോപ്പ് നോക്കി ഹണി റോസിനോട് തന്നെ സംസാരിക്കുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ കാണാൻ കഴിയും. ലാപ്ടോപ്പിൻ്റെ ക്യാമറയിലൂടെ ലാപ്ടോപ്പ് ഉൾപ്പെടെ കാണാൻ കഴിയുന്ന ഒരു വ്യത്യസ്തമായ ടെക്നോളജിയാണ് ഡയറക്ടർ ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഒരു മരുഭൂമി കഥ എന്ന സിനിമയിൽ ഈ സീനിൽ ഭാവന പറയുന്നുണ്ട് തന്നെ തട്ടിക്കൊണ്ടുപോയത് വേറെ ആരുമല്ല താൻ തന്നെയാണെന്ന്. എന്നാൽ ഭാവനയുടെ ഇൻട്രോ സീനിൽ കൈകൾ കെട്ടി കാറിൻ്റെ അടുക്കിൽ നിന്ന് ഇറങ്ങുന്നതായി കാണിക്കുന്നുണ്ട്. സ്വയം കൈകൾ കെട്ടാൻ കഴിവുള്ള ഒരു കഥാപാത്രത്തെയാണ് ഭാവന ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 2009 പുറത്തിറങ്ങിയ ആൾ ദ ബെസ്റ്റ് എന്ന ഹിന്ദി സിനിമയിൽ അജയ് ദേവ്ഗൺ ഒരു കാർ റേസറായിട്ടാണ് അഭിനയിക്കുന്നത്. കാർ ഓടിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം ഈ സിനിമയിൽ പലയിടങ്ങളിലായി കാണിക്കുന്നുണ്ട്. അതിലൊരെണ്ണം നമുക്ക് നോക്കാം. നടുറോഡിൽ നിൽക്കുകയായിരുന്ന നായികയുടെ നേരെ കാറുമായി വരികയാണ് അജയ് ദേവ്ഗൺ. നായികയുടെ തൊട്ടടുത്തെത്തിയതും അദ്ദേഹം കാർ വായുവിലേക്ക് ഉയർത്തി മലക്കമറിയുകയും അതിനിടയിൽ തൻ്റെ കയ്യിലിരുന്ന റോസാപ്പൂവ് നായികയ്ക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. നായികയുടെ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തൊരു നായകനെ നമുക്കിവിടെ കാണാം. വെറുമൊരു പൂവിനു വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് വട്ടം കറങ്ങുന്ന കാറിൻ്റെ കീഴിൽ ചെന്ന് നിൽക്കുന്ന നായിക എന്തുകൊണ്ടും ഈ നായകന് യോജിച്ച ആൾ തന്നെ. പുറത്തിറങ്ങിയ വെട്ടം എന്ന സിനിമയുടെ ഫസ്റ്റ് സീനിൽ നായിക ഉറക്കമെണീറ്റ ശേഷം പറയുന്നുണ്ട്, ഈ തല്ലിപ്പള്ളി ടൈം പീസ് തോന്നുമ്പോഴേ അലാറം അടിക്കുമെന്ന്. സൂക്ഷിച്ചു നോക്കിയാൽ ഈ ടൈം പീസിന് ബാറ്ററി ഇട്ടിട്ടില്ല എന്ന് കാണാം. ബാറ്ററി ഇല്ലാതെ അലാറം അടിക്കുന്ന ടൈം പീസ് ആയിരിക്കും നായിക ഈ സിനിമയിൽ ഉപയോഗിക്കുന്നത്. ബച്ചൻ പാണ്ഡെ എന്ന ഹിന്ദി സിനിമയിൽ അതിഭീകരനായ ഒരു ഗുണ്ടാ നേതാവിൻ്റെ വേഷമാണ് അക്ഷയ് കുമാർ അവതരിപ്പിച്ചിരിക്കുന്നത്. നായിക ആദ്യമായി അക്ഷയ് കുമാറിൻ്റെ കഥാപാത്രത്തെ കാണുന്ന രംഗം നമുക്കൊന്ന് പരിശോധിക്കാം. വഴിയരികിൽ സുഹൃത്തിനോടൊപ്പം നിൽക്കുകയായിരുന്ന നായിക അങ്ങ് ദൂരെ റോഡിലൂടെ ഉത്സവത്തിൻ്റെ കെട്ടുകാഴ്ചയുടെ ഫ്ലോട്ട് പോലെ വണ്ടിയുടെ മുകളിൽ ഒരു ലോഡ് ഗുണ്ടകളുമായി വരുന്ന അക്ഷയ് കുമാറിനെ കാണുകയാണ്. വണ്ടിയിൽ 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കി വെക്കാതെ ഗുണ്ടകളെയും കുത്തി നിറച്ച് അക്ഷയ് കുമാറിനെയും പിടിച്ച് ബോണറ്റിലിരുത്തി റോഡ് പോലും കാണാൻ കഴിയാതെ ഹൈ സ്പീഡിൽ വണ്ടി ഓടിച്ച അജ്ഞാതനായ ആ ഡ്രൈവറാണ് ഈ സീനിലെ യഥാർത്ഥ ഹീറോ. കൂലി നമ്പർ 1 എന്ന ഹിന്ദി സിനിമയിലെ ഈ റെയിൽവേ സ്റ്റേഷൻ സീൻ നമുക്കൊന്ന് നോക്കാം. റെയിൽവേ ട്രാക്കിൽ ഒരു കളിപ്പാട്ടം കിടക്കുന്നത് കണ്ട് ഒരു കൊച്ചു കുട്ടി അത് എടുക്കുകയും അവിടെ തന്നെ ഇരുന്ന് കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം അതേ ട്രാക്കിലൂടെ തന്നെ ഒരു ട്രെയിൻ വരികയാണ്. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സ്വന്തം അമ്മ പോലും അലറി കരയുന്നതല്ലാതെ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും അങ്ങ് ദൂരെ ഓവർബ്രിഡ്ജിന് മുകളിലൂടെ പോവുകയായിരുന്ന വിശാല മനസ്കനായ ഹീറോ ഇത് കാണുമ്പോൾ രണ്ടും കൽപ്പിച്ച് ഓവർബ്രിഡ്ജിൽ നിന്ന് ട്രെയിനിലേക്ക് ചാടുകയും ട്രെയിനിൻ്റെ മുകളിലൂടെ തന്നെ ഓടി ഫ്രണ്ടിലെത്തിയ അദ്ദേഹം ട്രാക്കിൽ ചാടി കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂട്ടൻ്റെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി നായകൻ നടത്തിയ ഈ രക്ഷാപ്രവർത്തനം ലോക സിനിമാ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടുക തന്നെ ചെയ്യും. ഇതൊന്നും കാണാൻ സർ ഐസക് ന്യൂട്ടന് ഭാഗ്യമില്ലാതായി പോയല്ലോ. ബാഹുബലി എന്ന അതിശക്തമായ കഥാപാത്രം അവതരിപ്പിച്ചതിലൂടെ ഇന്ത്യയിലുടനീളം പ്രശസ്തനായ നടനാണ് പ്രഭാസ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തുള്ളവർക്ക് അറിയില്ലെങ്കിലും തെലുങ്ക് പ്രേക്ഷകർക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ ശക്തിയെപ്പറ്റി ബാഹുബലിക്ക് മുമ്പേ അറിയാമായിരുന്നു. രാജമൗലിയുടെ തന്നെ ഛത്രപതി എന്ന സിനിമയിൽ പ്രഭാസിൻ്റെ കഥാപാത്രം ഒരു വില്ലൻ്റെ കാലു പിടിക്കുകയാണ് ഈ സീനിൽ. കാലു പിടിച്ച നിമിഷങ്ങൾക്കകം തന്നെ വില്ലൻ്റെ കാൽക്കുഴ ഞെരിഞ്ഞമർന്ന് അവിടെ നിന്നും രക്തം വരികയും ചെയ്യുന്നുണ്ട്. കഴുത്ത് ഞെക്കി കൊല്ലുന്നത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ ഞെക്കി കാലൊടിക്കുന്നത് വളരെ അപൂർവമായ കാഴ്ചയുള്ള ഒന്നാണ്. സിനിമ ഏതായാലും തൻ്റെ കഥാപാത്രങ്ങളുടെ ശക്തിക്ക് യാതൊരു കുറവും വരാതെ അവതരിപ്പിക്കാൻ കഴിവുള്ള നടനാണ് പ്രഭാസ്.
കവർ സ്റ്റോറി എന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ കഥാപാത്രം നെഞ്ചിലൊരു ക്യാമറയും തൂക്കി വില്ലന്മാരുടെ ഫാക്ടറിയിൽ വന്ന് വീഡിയോ എടുക്കുമ്പോൾ ഫൈറ്റ് ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ക്യാമറ തെറിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ള സീനിൽ നായികയ്ക്ക് സുരേഷ് ഗോപി തൻ്റെ കൊച്ചു ക്യാമറയിൽ പതിഞ്ഞ ഫൈറ്റ് വീഡിയോ ആണെന്നും പറഞ്ഞ് ഡയറക്ടർ ഷൂട്ട് ചെയ്ത അതേ ഫൈറ്റ് സീൻ തന്നെ കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്ത് കാണിച്ച് ഷൈൻ ചെയ്യുന്നുണ്ട്. പാവം നായികയ്ക്ക് അറിയില്ലായിരുന്നു ഇത് സുരേഷ് ഗോപിയും ഡയറക്ടറും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന്. 2012 പുറത്തിറങ്ങിയ ഒരു തമിഴ് സിനിമയാണ് പാണ്ടി ഒലിപെറുക്കി നിലയം. അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഈ സിനിമയിൽ മനുഷ്യ മനസ്സുകളെ പിടിച്ചുലയ്ക്കാൻ കഴിവുള്ള ചില രംഗങ്ങളുണ്ട്. നായകനും നായികയും ഭക്ഷണം കഴിക്കാനായി ഒരു ചായക്കടയിൽ കയറുകയാണ്. തുടർന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇഡലിയിൽ നിന്ന് നായികയ്ക്ക് ഒരു മുടി ലഭിക്കുകയും അതും പറഞ്ഞ് നായിക ചായക്കടക്കാരനോട് ചൂടാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മുടി കഴിക്കുന്നത് മനുഷ്യബന്ധങ്ങളെ ദൃഢമാക്കാൻ സഹായിക്കുമെന്ന് ചായക്കടക്കാരൻ തട്ടിവിടുന്നുണ്ട്. ഇത് കേട്ട നായിക ഉടൻ തന്നെ തൊട്ടടുത്ത് നിന്ന നായകൻ്റെ തലമുടി പിച്ചിപ്പറിച്ച് വെള്ളത്തിൽ കലക്കി ഒറ്റ വലിക്ക് അകത്താക്കുന്നുണ്ട്. ഇഡലിയിൽ നിന്ന് മുടിക്ക് പകരം പല്ലാണ് കിട്ടിയിരുന്നെങ്കിൽ നായകൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? 2004 പുറത്തിറങ്ങിയ വിജയ ചിത്രമാണ് ഗില്ലി. തൃഷ നായികയായ ഈ സിനിമയിലെ പാട്ടുകൾ ഉൾപ്പെടെ എല്ലാം സൂപ്പർ ഹിറ്റാണ്. ഈ ചിത്രത്തിൽ വിജയും തൃഷയും രാത്രിയിൽ ഒരു ലൈറ്റ് ഹൗസ് സന്ദർശിക്കുന്ന രംഗമുണ്ട്. തുടർന്ന് വിജയ് തൻ്റെ കഥാപാത്രത്തിൻ്റെ പേരായ ശരവണവേലു എന്നത് ലൈറ്റ് ഹൗസിൻ്റെ ചുമരിൽ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നതായി കാണിച്ച് നായികയുടെ മുമ്പിൽ ആളാവുന്നുണ്ട്. ഇത് കണ്ട തൃഷയുടെ കഥാപാത്രം തൻ്റെ മുടിയിൽ നിന്ന് ഹെയർ പിൻ ഊരിയെടുത്ത് സ്വന്തം പേരും അവിടെ എഴുതുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ പേരെഴുതാനായി തൃഷ ഉപയോഗിക്കുന്നത് ഒരു ആണിയാണ്. 1984 ശ്രീവിദ്യ അവതരിപ്പിച്ച കള്ളിയങ്കാട്ട് നീലി എന്ന കഥാപാത്രത്തിന് ശേഷം തലയിൽ ആണിയുമായി നടക്കുന്ന ഒരു നായികയെ കാണാൻ 2004 വരെ കാത്തിരിക്കേണ്ടി വന്നു. 1999 പുറത്തിറങ്ങിയ ഹിന്ദുസ്ഥാൻ കി കസം എന്ന ഹിന്ദി സിനിമയിൽ നായകനായി അഭിനയിച്ചിരിക്കുന്നത് അജയ് ദേവ്ഗണ്ണാണ്. ഈ സിനിമയിൽ ഒരു പട്ടാളക്കാരൻ അദ്ദേഹത്തെ വെടിവെക്കുന്നുണ്ട്. തിരിച്ചു വെടിവെക്കാൻ തോക്കില്ലാത്തതുകൊണ്ട് തൻ്റെ കയ്യിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന ചെറിയൊരു പേനാക്കത്തി ഉപയോഗിച്ച് വെടിയുണ്ടകളെയെല്ലാം നിഷ്പ്രയാസം തട്ടിക്കളയാണ് അദ്ദേഹം. ഇത് കണ്ട് പകച്ചുപോയ പട്ടാളക്കാരനെ അതേ കത്തി കൊണ്ട് തന്നെ അദ്ദേഹം എറിഞ്ഞു കൊല്ലുകയും ചെയ്യുന്നുണ്ട്. പേനാക്കത്തി ആയാലും മൊട്ടുസൂചി ആയാലും നായകൻ്റെ കൈ കിട്ടിയാൽ അത് മാരകായുധം തന്നെ. ആര്യ, നസ്രിയ, നയൻതാര എന്നിവർ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് മൂവിയാണ് രാജാറാണി. ഈ സിനിമയിൽ നയൻതാരയുടെ കഥാപാത്രത്തിൻ്റെ ഫ്ലാഷ് ബാക്കിൽ നയൻതാര ഉപയോഗിക്കുന്ന അതേ സ്കൂട്ടർ ആര്യയുടെ ഫ്ലാഷ് ബാക്കിൽ നസ്രിയയുടെ കഥാപാത്രവും ഉപയോഗിക്കുന്നതായി കാണാം. ഒരുപക്ഷേ നസ്രിയയുടെ മരണശേഷം OLXലിട്ട് വിറ്റ സ്കൂട്ടർ നയൻതാര സ്വന്തമാക്കിയതായിരിക്കാം. മിക്ക പ്രേക്ഷകരുടെയും കണ്ണിനെ ഈറനണിയിച്ച ഒരു രംഗമായിരുന്നു KGF 1 റോക്കി ബായ് ബണ്ണെടുത്തു കൊടുക്കുന്നത്. 8 ഷൂ പോളിഷ് ചെയ്ത് കൊടുത്താൽ മാത്രമേ തനിക്കൊരു ബണ്ണ് ലഭിച്ചിരുന്നുള്ളൂ എന്നും സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം KGF 2 ഭാഗത്തിൽ നായികയ്ക്ക് ചൂടെടുക്കുന്നുവെന്ന് പറയുമ്പോൾ ജനറേറ്റർ ഓൺ ചെയ്യുന്നതിന് പകരം ഹെലികോപ്റ്റർ ഓൺ ചെയ്ത് അവിടെ ഉണക്കാൻ വെച്ചിരുന്ന 100 കണക്കിന് പപ്പടങ്ങൾ കാറ്റിൽ പറത്തി കളയുന്നുണ്ട്. KGF 1 വഴിയിൽ കിടന്നിരുന്ന ഒരു ബണ്ണിൻ്റെ പോലും വില മനസ്സിലാക്കിയിരുന്ന ആളായിരുന്നു റോക്കി ബായ്. എന്നാൽ KGF 2 പെട്ടിക്കണക്കിന് സ്വർണം കണ്ട് തൻ്റെ കണ്ണു മഞ്ഞളിച്ചു പോയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ പെരുമാറിയത്. 2019 പുറത്തിറങ്ങിയ കളിക്കൂട്ടുകാർ എന്ന സിനിമയിൽ രഞ്ജി പണിക്കർ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന അദ്ദേഹത്തെയും ഭാര്യയും പിറകിൽ നിന്ന് ലോറിയിൽ വന്ന വില്ലന്മാർ ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ രഞ്ജി പണിക്കറും ഭാര്യയും ദൂരേക്ക് തെറിച്ചു വീഴുന്നതായി കാണാം. എന്നാൽ ലോറി ഇടിച്ചിട്ടും ഇടികൊണ്ട ബൈക്ക് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇടികൊണ്ട് തെറിച്ചു പോകുന്നത് നന്നായി അഭിനയിച്ച് ഫലിപ്പിക്കാൻ രഞ്ജി പണിക്കർക്കും ഭാര്യയ്ക്കും കഴിയുന്നുണ്ടെങ്കിലും അഭിനയം ഒട്ടും വശമില്ലാതിരുന്ന ആ ബൈക്ക് ഇടികൊണ്ടിട്ടും അവിടെ തന്നെ നിൽക്കുകയാണ്.